ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫിസിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് സയൻസ് എന്ന് പറയും. ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് എന്താ? മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ 8ാം ക്ലാസ് പഠിച്ചു തുടങ്ങേണ്ട സമയം ആവുന്നതേ ഉള്ളൂ അല്ലേ? വെക്കേഷൻ സമയമാണ്. നിങ്ങൾ ആവശ്യത്തിന് കളിക്കുക. കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം എന്ത് ചെയ്യുക? പഠിക്കാനും വേണ്ടിയിട്ട് മാറ്റിവെക്കുക. കാരണം ഈ ഒരു മാസം പകുതിയൊക്കെ ആകുമ്പോൾ പല സ്ഥലങ്ങളിലും പല ട്യൂഷൻ ക്ലാസ്സുകളിലും നമ്മുടെ വെക്കേഷൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ പറഞ്ഞ വെക്കേഷൻ ക്ലാസ് അല്ലെങ്കിൽ ട്യൂഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വർഷം സയൻസിലും സോഷ്യൽ സയൻസിലും ട്യൂഷൻ ഇല്ലാതെയും പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനാവശ്യമുള്ള കാര്യങ്ങൾ അത്രയും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രമാത്രം. അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ചെയ്തോളാം. അപ്പോൾ ട്യൂഷന് പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടൊന്നും നിങ്ങളുടെ പഠനം ഒരിക്കലും പുറകിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അതിന് ഗ്രേഡിയന്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സുകളൊക്കെ ഓക്കെ ആണെങ്കിൽ ഈ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചു. അതുപോലെ നമ്മുടെ നോട്ട്സ് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ടെലഗ്രാമിൽ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്യാനും പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല. അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വർഷം ട്യൂഷൻ ഇല്ലാതെ തന്നെ പഠിക്കാനായിട്ട് പറ്റും. മെയിനായിട്ടുള്ള സയൻസും സോഷ്യൽ സയൻസും. അപ്പോൾ നമ്മൾ ഇന്ന് സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്. അപ്പോൾ എന്നെ പരിചയമില്ലാത്തവർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുദേവ് എന്നാണ്. കുട്ടികളുടെ സ്നേഹത്തോടെ സുദേവ് സാർ എന്ന് പറയും. അപ്പോൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ക്ലാസ്സസ് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ടാകാം. ഇനിയല്ല നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കണ്ടവരായിരിക്കാം. അപ്പോൾ എന്തൊക്കെയായാലും ശരി, ഓക്കെയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകളോട് ഇഷ്ടപ്പെട്ടാൽ ചാനലിൽ ഒരു സബ്സ്ക്രൈബറായിട്ട് മാറുക. തുടങ്ങാലോ. എന്താണ് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്? ഞാൻ ചിലപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. +1 കാർക്ക് ഇതുപോലെ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ഓർമ്മയിലാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് ഞാൻ മാറി പറയും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ അളവുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സംഭാഷണം പറയുന്നുണ്ട്. അതായത് ഇതൊരു ഇമ്പോർട്ടഡ് കാറാണ് അത്രേ. ഈ കാറ് ഇമ്പോർട്ട് ചെയ്തല്ല, അതായത് കാറ് ഇങ്ങനെ കാറിൻ്റെ രൂപത്തിലല്ല, പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പാർട്സ് ഉണ്ടാക്കിയിട്ട് അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തിട്ടാണ് ഈ ഒരു കാറാക്കിയത്. അത് അത്ഭുതമുള്ളൊരു കാര്യമാണ് അല്ലേ? നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഏതോ ഒരു നാട്ടിൽ ഒരു സാധനം ഉണ്ടാക്കുന്നു, അത് കറക്റ്റ് അളവിൽ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർത്തൊരു കാറാക്കി മാറ്റും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് മെഷർമെൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മെഷർ ചെയ്യാനായിട്ട് പറ്റണം. സോ അത്തരം മെഷർമെൻറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫിസിക്സ് എന്നൊരു ബ്രാഞ്ച് ഓഫ് സയൻസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ഫിസിക്സിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? നമ്മുടെ ചുറ്റും കാണുന്ന, നമ്മളെ കാണുന്ന തൊട്ട് അറിയാൻ പറ്റുന്ന ആ ഒരു ലോകത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ വേൾഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികളാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പലതരം ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോളിൻ്റെ ആഴം എടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഡെപ്ത് ആണ് അളക്കുന്നത്. ഇപ്പോൾ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു തരത്തിൽ ലെങ്ത് ആണ് അല്ലേ? ലെങ്ത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വസ്തുവിൻ്റെ മാസ് ആണ് അളക്കുന്നത്. വെയിറ്റ് എന്ന് നിങ്ങൾ പറയുമെങ്കിലും സത്യത്തിൽ ഇത് മാസ് ആണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്താ അളക്കുന്നത്? കൈയുടെ ലെങ്ത് ആണ് അളക്കുന്നത് അല്ലേ? അപ്പോൾ ലെങ്ത് അഥവാ നീളം, ഭാരം, വേഗത അഥവാ സ്പീഡ്. ഇവിടെ നമ്മൾ അളക്കുന്നത് ബ്ലഡ് പ്രഷറാണ് അല്ലേ? അപ്പോൾ പ്രഷർ അഥവാ മർദ്ദം. ഇവിടെയാണെങ്കിൽ ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അളക്കുന്ന, മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റികളാണ്. ഇത്തരം ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെ വരും അപ്പോൾ? ലെങ്ത്, മാസ്, ഇവിടെയും ലെങ്ത് തന്നെയാണ് വരുന്നത്, ടൈം, അതുപോലെ തന്നെ ഈ പറയുന്ന ഇവിടെ ഇപ്പോൾ ഞാൻ സ്പീഡെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ഇവിടെ ടൈമാണ്, സ്റ്റോപ്പ് വാച്ചിനാണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പോൾ ടൈം, പ്രഷർ, അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ക്വാണ്ടിറ്റികൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം ക്വാണ്ടിറ്റികളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും. അപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു രീതി, ആദ്യത്തെ ക്ലാസ്സുകളായതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്ത് പറയുന്നത്. നമ്മൾ കൂടുതലും ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കാരണം പുതിയ
പുതിയ നിങ്ങൾ അറിയായിരിക്കുമല്ലോ, കഴിഞ്ഞ കൊല്ലമാണ് നിങ്ങളുടെ 8ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നത്. അപ്പോൾ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വരുന്നത് ഇവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതുതായിട്ട് വരാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ കുട്ടികളുടെ ഇങ്ങനെ കാണാതെ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനുള്ള കഴിവിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നേരെ മറിച്ച് അറിവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അറിവ് നേടി എന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്കും ചോദിക്കുന്നത്. അപ്പോൾ അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ തന്നിട്ടുള്ള ആക്ടിവിറ്റീസും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതാൻ പഠിച്ചു പോയാലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു നോട്ട് തന്ന് ആ നോട്ട് ഇങ്ങനെ കാണാതെ മനഃപ്പാഠം പഠിച്ചിട്ട് അത് പോയി പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങുന്നൊരു കാലമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതുകൊണ്ട് പറ്റത്തില്ല. 7ാം ക്ലാസ് വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇനി പറ്റത്തില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമുക്ക് ഒരുമിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്ത് പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ അല്ലെ. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയാൻ പറ്റുമോ? ഇതല്ലാതെ അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട് അല്ലെ, വൈദ്യുതി, നമുക്കൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് വരും. മാസ്, വെയിറ്റ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കകത്ത് വരുന്നതാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റികളെയും നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും. പേരൊക്കെ ഭയങ്കരമാണെന്നേ ഉള്ളൂ, കാര്യം ഭയങ്കര സിമ്പിളാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് അളന്നെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ നേരെ നമുക്ക് അങ്ങ് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? നേരെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ലെങ്ത് നമുക്ക് ഇങ്ങനെ നേരെ സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റൂലേ? മാസ് ഒരു മെഷീൻ വെച്ച് അളക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഈ ലെങ്ത് മറ്റെന്തെങ്കിലും രീതി കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു വസ്തുവിൻ്റെ ലെങ്ത്, ഞാനിപ്പോൾ ഈ പറയുന്ന ഒരു സാധനം തന്നു, ഈ ഫോൺ തന്നു, ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആകെ ഉള്ളൊരു വഴി എന്താണ്? ഡയറക്റ്റായിട്ട് അതിങ്ങനെ അളന്നെടുക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും വഴി കൊണ്ടുമില്ല. അപ്പോൾ ഡയറക്റ്റ് അതിനെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റും. ഇതിന് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അളന്ന് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. അതാണ് ലെങ്ത്. അതുപോലെ ഒരു വസ്തുവിനകത്ത് എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട്, അതായത് മാസ്, സമയം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് നിങ്ങൾക്ക് അത്ര വശമില്ല, എന്നാലും പഠിച്ചു വെച്ചോ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു വസ്തു അതിനകത്ത് എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. മോൾ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ല, അത് അളക്കുന്നത്. അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശത്തിന്റെ തീവ്രത. ഇത്തരം ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അത് പഠിക്കണം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതൊക്കെയാണെന്ന് പഠിക്കണം. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായി നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ അത് സ്വാതന്ത്ര്യം വിളിക്കാൻ പോയിന്നൊന്നുമല്ല. ആ ക്വാണ്ടിറ്റി നമുക്ക് മറ്റാരെയും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അത് അളന്ന് കണ്ടുപിടിക്കലേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല. അടുത്ത് അതിന് നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റി ഉപയോഗിച്ചും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ലെങ്തിന് ലെങ്ത് എന്നേ പറയാൻ പറ്റൂ, മാസിന് മാസ് എന്നേ പറയാൻ പറ്റൂ, വേറൊരു ഫോർമുലയിൽ നിന്ന് എടുത്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ എടുത്ത് പറയുന്നത്. അങ്ങനെയുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 7 എണ്ണമാണ് ഉള്ളത്. ലെങ്ത്, മാസ്, കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരെണ്ണം കുറവാണ്, അതായത് ഒന്നുകൂടി എണ്ണി നോക്കി. അപ്പോൾ മൊത്തം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരും കൂടി ഇപ്പോഴേ പഠിച്ചു വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പഠിച്ചു വയ്ക്കുക, അത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളല്ലാതെ മറ്റു കുറച്ച് ക്വാണ്ടിറ്റീസും ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് മറ്റു ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏരിയ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാൻ അറിയായിരിക്കും അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇവിടെ കണ്ടോ, നമ്മളിവിടെ എന്താ അളക്കുന്നത്? ഇതിന് നമ്മൾ വോളിയം എന്നാണ് പറയുന്നത് അല്ലേ? വോളിയം. നമ്മൾ പാലൊക്കെ ലിറ്ററിലല്ലേ വാങ്ങുന്നത്, അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ എടുത്തല്ലേ തരുന്നത്, വോളിയം. ഇവിടെയും നമ്മൾ അളക്കുന്നത് എന്ത് തന്നെയാണ്? വോളിയം തന്നെ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് മറ്റു പല ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഏരിയ എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ഇൻറ്റു സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. എങ്ങനെ നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത്? ഒന്നുകിൽ വേറൊരു ഫോർമുല ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് കണ്ടുപിടിച്ചാൽ നമുക്ക് വോളിയം കിട്ടും. അതായത് ഇപ്പോൾ ഈ ഫോണിൻ്റെ വോളിയം എന്ന് വെച്ചാൽ ഈ ലെങ്ത് ഇൻറ്റു ഈ വിഡ്ത്ത് ഇൻറ്റു ഈ തിക്നെസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വോളിയം എത്ര എന്നുള്ളത് കിട്ടും. എന്ന് വെച്ചാൽ ഇത് ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസ്, അതാണ് വോളിയം. അതുപോലെ ഇതുപോലെ വെള്ളം പോലെയുള്ള വസ്തുക്കൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഇതിൻ്റെ താഴത്തെ ആ ഒരു വട്ടം ഉണ്ടാവില്ല, വട്ടം പോലത്തെ സ്പേസ്,
അതാണ് സർക്കംഫറൻസ് എന്നിവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് മറ്റു ക്വാണ്ടിറ്റികളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത്തരം കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. സോ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഉദാഹരണത്തിന് എന്താ കണ്ടോ, ഏരിയ, ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ടാണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചത് പുതിയൊരു സാധനമല്ലേ. ഇവിടെയും ദൂരത്തെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നതെങ്കിലും പുതിയൊരു കാര്യമല്ലേ. ഇനി സ്പീഡ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സ്പീഡ് അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. ഇതെന്താണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. കാരണം ഡിസ്റ്റൻസും ടൈമും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികൾ നമുക്ക് എന്ത് വിളിക്കാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. അപ്പോൾ കുറച്ച് നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് വന്നപ്പോൾ എന്തോ വലിയൊരു സംഭവം പഠിക്കുന്നവരൊക്കെ തോന്നുന്നുണ്ടാവും. ശീലമായിപ്പോകും. ഇനി അങ്ങോട്ടുള്ള 3 കൊല്ലം ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകാൻ പോകും. അതായത് പണ്ടത്തെ പോലെ ഈസി ആയിട്ട് 10ാം ക്ലാസ് വരെയൊക്കെ പോകാമെന്നുള്ളതൊന്നും ഇനി പറ്റത്തില്ല. ഇനി കുറച്ച് നമ്മൾ വലിയ അറിവുള്ള കുട്ടികളാണ് അല്ലേ. ഞങ്ങൾക്ക് പഠിച്ച സമയത്ത് നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ ആരുടെ അടുത്ത് ചോദിക്കണം? ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം അല്ലേ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ചോദിക്കണം. നിങ്ങൾക്കാണെങ്കിലോ ഒറ്റ ക്ലിക്കിൽ AI ഒക്കെ ഉണ്ട് അല്ലേ, AI പറഞ്ഞു തരുമല്ല. അപ്പോൾ നമ്മളെപ്പോഴൊക്കെ അറിവ് കൂടിയ ജനറേഷനാണ് നിങ്ങളെന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് നല്ല വിവരമുണ്ട്. നിങ്ങൾ ചെറിയ പ്രായത്തിലേ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കോഡിങ് ചെയ്യുന്ന കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലോട്ട് വരണ്ടേ? നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് വരണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് പുതിയ ടഫ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റികൾ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ക്വാണ്ടിറ്റികൾ 2 തരത്തിലുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും. ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന നമുക്ക് നേരിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എന്നാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇതാണ് ആദ്യ ഭാഗം. തെറ്റാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ. അപ്പോൾ അടുത്ത ഭാഗത്തിലോട്ട് പോകും. ഇങ്ങനെ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്ത് വേണം? നമുക്കവിടെ യൂണിറ്റ് വേണം. എന്ത് വേണം? യൂണിറ്റ്. ഞാനിവിടെ നോക്കിയേ, ഈ ഗ്യാസ് കുറ്റിയിൽ ഇങ്ങനെ 14.2 എന്നൊരു സംഖ്യ മാത്രമാണ് എഴുതിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നതിന് ഇത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? 14.2 ഇതിൻ്റെ നീളത്തെ പറ്റിയിട്ടാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ വീതിയെ പറ്റിയാണോ, വോളിയാണോ, എന്താണെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ kg എന്ന് എഴുതിയപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇതെന്താണ്, ഇതിൻ്റെ ഭാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമ്മൾ അളന്നു കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആൾക്കത് മനസ്സിലാവണമെങ്കിൽ ആ ക്വാണ്ടിറ്റിയോടൊപ്പം അത് എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയും. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഇൻ ദ കേസ്, ഇവിടുത്തെ കേസിൽ എത്രയാണ്? 14.2 ഈസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് എ ന്യൂമറിക്കൽ വാല്യൂ. അതിൻ്റെ യൂണിറ്റ് അല്ലേ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്തിട്ട് അതിൻ്റെ അളവ് എത്ര എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ആ വാല്യൂവും അതിനോടൊപ്പം തന്നെ അതിൻ്റെ യൂണിറ്റും കൂടെ എഴുതും. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും പലതരം യൂണിറ്റുകളും ഉണ്ട്. ഇവിടെ കണ്ടോ 37.8 എന്ന് എഴുതിയിരിക്കുന്ന ഇത് കോവിഡ് വന്നു കഴിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എന്താണ്? ഇത് ടെമ്പറേച്ചറാണ് അല്ലെ. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണെന്ന് നിങ്ങളെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഉയരം എന്ന് പറയുന്നത് 165 എന്ന് പറയുന്നത് ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് ഉയരമാവും അല്ലേ. ഇവിടെ ഈ പറയുന്ന 1 ലിറ്ററിനകത്ത് 1 കിലോഗ്രാം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ആ പറയുന്ന 37.8 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ തുക. ഈ ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയാൽ അതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ യൂണിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ എ യൂണിറ്റ്. ഇതാണ് സ്റ്റാൻഡേർഡ് രീതി. ഇത് മറന്നു പോകരുത്. അങ്ങനെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഓരോ യൂണിറ്റ് ഉണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. ഏത് ക്വാണ്ടിറ്റി, അതിനേതൊക്കെ തരം യൂണിറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിന് 37.8 ഡിഗ്രി സെൽഷ്യസ്. ഫിഗർ 1.13 നമ്മൾ എന്താ എടുക്കുന്നത്? ഹൈറ്റ് ആണ് അല്ലെ. എന്താ മെഷർ ചെയ്യുന്നത്? ഹൈറ്റ് ആണ്. എത്രയുണ്ട്? ഒരു 165 ഉണ്ടെന്ന് പറയാം. യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? 165 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ എന്താ മെഷർ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് മാസാണ്. ഓക്കെ, മാസാണ്. ന്യൂമറിക്കൽ വാല്യൂ എന്ന് വെച്ചാൽ 1 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോഗ്രാം ആണ്. കാരണം കിലോഗ്രാം വെച്ചിട്ടല്ലേ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിലോഗ്രാം ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓരോ ക്വാണ്ടിറ്റിക്കും ഓരോ തരം യൂണിറ്റുകളുണ്ട്. അപ്പോൾ യൂണിറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ചെറിയ കമ്പ് എടുക്കുക, ഒരു വലിയ കമ്പ് എടുക്കുക. എന്നിട്ട് ഈ കമ്പ് ഉപയോഗിച്ചിട്ട് ഒരാളുടെ ഉയരം മെഷർ ചെയ്യുക. ഒരു ചെറിയ കമ്പിട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നതെങ്കിൽ സപ്പോസ് ഞാൻ പറയുകയാണ് 1, 2, 3, 4, 5, 5.5. 5.5 ചെറിയ കമ്പിൻ്റെ ഉയരമാണ് ഈ കുട്ടിക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു. നേരെ മറിച്ച് ഈ വലിയ കമ്പിട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നതെങ്കിൽ 1,
2, 2.5. 2.5 വലിയ കമ്പിൻ്റെ ഉയരമാണ് ഈ കുട്ടിക്കെന്ന് പറയും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും അളന്നത് ഞാൻ ഈ ഉയരം തന്നെയാണ്, കുട്ടിയുടെ ഉയരത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ എന്ത് വെച്ചിട്ടാണ് അളന്നതെന്നനുസരിച്ച് ഈ വാല്യൂവിൽ മാറ്റം വരുന്നില്ലേടാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നമ്മൾ അളക്കുമ്പോൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെങ്കിലും മിനിമം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മൾ വെള്ളം അല്ലെങ്കിൽ നിങ്ങൾ പാല് വാങ്ങാൻ പോവുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരനും നിങ്ങളും പോയിട്ട് പറഞ്ഞു 1 കപ്പ് പാലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ ചെറിയ കപ്പിലും അളന്നു തന്നു, കൂട്ടുകാരനെ വലിയ കപ്പിലും അളന്നു തന്നു. ഇത് ശരിയായിട്ടുള്ള പരിപാടിയാണോ? അവന് കൂടുതൽ കിട്ടി, എനിക്ക് കുറഞ്ഞു കിട്ടി, പക്ഷെ പറഞ്ഞത് കപ്പെന്നല്ലേ. അപ്പോൾ ഈ അളവിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. സോ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് എപ്പോഴും ആവശ്യമാണ്. എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് ജനറലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ കാണുന്ന ഡിഗ്രി സെൽഷ്യസ് അല്ലെ സെൻറ്റിമീറ്റർ അല്ലെ കിലോഗ്രാം എന്നൊക്കെ പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? എൻ്റെ പൂർവികരൊക്കെ പണ്ടേ ഇവരെ ആൾക്കാരൊക്കെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ടുണ്ട്, നമ്മൾ ടെമ്പറേച്ചർ അളക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയരം അളക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കേണ്ട സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇതൊരു തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ചേർന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. ഇതിൻ്റെ പറയുക ഫീസ് അങ്ങനെയാണ് വരുന്നത്. സോ ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പല പല യൂണിറ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ റെഫറൻസ് മാറിക്കൊണ്ടിരുന്നാൽ അതനുസരിച്ച് നമ്മുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ റെഫറൻസ് മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ റെഫറൻസിനെ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത റെഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. സോ വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് എനിവെയർ ഇൻ ദ വേൾഡ്, ലോകത്ത് എവിടെ മെഷർ ചെയ്താലും ദ മെഷർമെൻറ്റ് ഷുഡ് ബി സെയിം. അതെന്തായിരിക്കണം? അത് സെയിം ആയിരിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, പൊതുവേ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ, അതിനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ലെങ്ത്. പണ്ട് കാലത്ത് ലെങ്ത്തിനും പല പല യൂണിറ്റുകൾ ഉപയോഗിക്കുമായിരുന്നു. ഫീറ്റ് നമ്മൾ പറയാറില്ലേ, 6 അടി മണ്ണ്. ക്യൂബിറ്റ് നമ്മൾ ഈ പറയുന്ന കൈയളവ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ അത് ഇന്നും നമ്മൾ പിന്നെ ഹാൻഡ് സ്പാൻ കണ്ടുവന്ന ഈ ദൂരം. ഇപ്പോൾ നമ്മൾ തന്നെ അല്ലേ പലപ്പോഴൊക്കെ നമ്മൾ ചുമ്മാതെ എന്ത് ചെയ്യും, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇത് ഇത്രയുണ്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടുപോകത്തില്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്വാണ്ടിറ്റിക്ക് പല യൂണിറ്റുകൾ പല കാലങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ പ്രശ്നം ഇതിൻ്റെയൊക്കെ ആക്യുറസി വളരെ കുറവാണ്. നമ്മൾ പല കോമഡി സീനിലൊക്കെ കാണും അല്ലേ, നമ്മൾ ഇങ്ങനെ അളവെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ചെറുത്, അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്. അത്തരത്തിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയാണ്, എനിക്കൊരു ആഫ്രിക്കക്കാരും കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, എടാ നമുക്ക് ഒരു വീട് വയ്ക്കണം, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് പറയുക. ഞാൻ എൻ്റെ കാല്, നമ്മൾ ഇന്ത്യക്കാരൊക്കെ ചെറിയ മനുഷ്യരല്ലേ, നമ്മൾ ചെറിയ കാലം. അപ്പോൾ നമ്മൾ ചെറിയ കാലം ഞാൻ പറഞ്ഞതാണ്, ഇവിടുന്ന് ഒരു 6 ഫീറ്റ് ദൂരെയായിട്ട് ഒരു കമ്പ് കുത്തി വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ ആഫ്രിക്കക്കാരൻ നമ്മളെക്കാളും കുറച്ചുകൂടി ഉയരവും വലിപ്പമൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അവൻ്റെ കാലിന് എന്നെക്കാളും നീളമുണ്ട്. പക്ഷെ അവൻ ഈ പറയുന്ന 3 ഫീറ്റ് എടുത്തപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും മുകളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാധനം നമുക്ക് ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാവത്തില്ലേ? ഒരു കാറിൻ്റെ എക്സാമ്പിൾ നമ്മൾ ചാപ്റ്റർ തുടക്കത്തിൽ പഠിച്ചില്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ എടുത്ത് പറയുന്നു, കാറിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്നത് ജപ്പാൻകാർ നമ്മളെക്കാളും കുറച്ച് ചെറിയ ആൾക്കാർ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞതാണ്, ഇവിടുത്തെ എഞ്ചിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 3 ഹാൻഡ് സ്പാൻ എടുക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ ഹാൻഡിനേക്കാളും ചെറുതാണ്. അപ്പം കുഞ്ഞ് 3 ഹാൻഡ് സ്പാൻ കൊടുത്തു. അങ്ങനെ എഞ്ചിൻ ഉണ്ടാക്കി ഇങ്ങോട്ട് തന്നാൽ ഇവിടുത്തെ വണ്ടിയിൽ ഇത് വയ്ക്കാൻ പറ്റൂ? ഇല്ല. സോ ഡിഫിക്കൽട്ടി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻ ടു അനലൈസ് ദ മെഷർമെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസ് യൂണിറ്റ് ഉപയോഗിച്ചില്ലെങ്കിലുള്ള കുഴപ്പം. അപ്പോൾ നമുക്ക് എന്ത് വേണം? യൂണിറ്റ് വേണം, അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റെഫറൻസും ആണ്. അത്തരത്തിൽ ഓരോ ക്വാണ്ടിറ്റികളുടെയും സ്റ്റാൻഡേർഡ് യൂണിറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. ലാർജ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് സ്മോൾ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്കത് മനസ്സിലായി. യൂണിറ്റുകൾ അപ്പോൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നൊരു സംഭവമാണ് SI യൂണിറ്റ് അഥവാ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വെച്ച സംഭവം ഇത്രയേ ഉള്ളൂ. പണ്ട് ലോകരാജ്യത്തുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി എന്നിട്ട് അവർ തീരുമാനിച്ചു, നമ്മൾ ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് വികസിതമായല്ലോ, 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞു, നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതായത് നമുക്കിനി രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തുണ്ടാക്കിയ സാധനം മറ്റു രാജ്യത്ത് കൊടുക്കണം. അങ്ങനെ രാജ്യങ്ങളൊക്കെ തമ്മിൽ കണക്റ്റ് ആയല്ലോ. നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിക്കും അത് വ്യക്തമായിട്ട് കേട്ടോ. കൊളോണിയൽ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് കടൽ വഴി ആൾക്കാർ എക്സ്പ്ലോറേഷൻ നടത്തി അങ്ങനെയൊക്കെ സംഭവം നടന്നപ്പോൾ
രാജ്യങ്ങൾ തമ്മിലൊരു ബന്ധമൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഒരു സാധനം അളക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ലോകരാജ്യത്തുള്ള സയൻറ്റിസ്റ്റുമാരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സിസ്റ്റം വികസിപ്പിച്ചെടുത്തു. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് സിസ്റ്റം ഇൻ്റർനാഷണൽ. എന്താണ്? സിസ്റ്റം ഇൻ്റർനാഷണൽ, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് SI സിസ്റ്റം എന്ന് പറയും. എന്ന് വെച്ചാൽ SI സിസ്റ്റം അനുസരിച്ച് ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി അളക്കേണ്ട സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇനി മുതൽ എന്താണ്? മീറ്റർ. അപ്പോൾ ലെങ്ത് ഇന്ത്യക്കാരൻ അളന്നാലും അമേരിക്കക്കാരെ അളന്നാലും ചൈനക്കാരൻ അളന്നാലും എന്തിനായിരിക്കണം? മീറ്റർ. നിങ്ങൾ മീറ്റർ സ്കെയിൽ കണ്ടിട്ടില്ലേ? ടെക്സ്റ്റൈൽസ് തുണി അളക്കുന്ന സ്കെയിൽ, അതൊരു മീറ്റർ. അപ്പോൾ അതാണ് നമ്മൾ ലെങ്ത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന സാധനം കൊണ്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു യൂണിറ്റ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സിറ്റുവേഷൻസിനനുസരിച്ച് വലുതും ചെറുതുമായിട്ടുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കും. ചില കൺഫ്യൂഷനൊക്കെ തോന്നും. സംഭവം ഇത്രയേ ഉള്ളൂ. ലെങ്ത് അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ ടൈം എന്തും ആയിക്കോട്ടെ, ക്വാണ്ടിറ്റികൾ അളക്കാൻ യൂണിറ്റ് വേണം. യൂണിറ്റ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അത് എല്ലാ രാജ്യത്തും ഒരുപോലെ ആയിരിക്കും. അതോടൊപ്പം തന്നെ ആ യൂണിറ്റിൻ്റെ ചെറിയ യൂണിറ്റുകളും വേണം, വലിയ യൂണിറ്റുകളും വേണം. ലെങ്ത് അളക്കാൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ, SI സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ് മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റിമീറ്ററും വേണം, മില്ലിമീറ്ററും വേണം, അതുപോലെ നമുക്ക് കിലോമീറ്ററും വേണം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ് തുടങ്ങും. അത്തരത്തിലുള്ള യൂണിറ്റുകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം പഠിക്കാൻ പോകുന്നത് ലെങ്തിനെ പറ്റിയാണ്. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം. അപ്പോൾ നീളത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ? നിങ്ങൾ പറയും മീറ്റർ. മീറ്റർ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ M എന്ന് എഴുതിയിട്ടല്ലേ. അപ്പോൾ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ M. പക്ഷെ നിങ്ങളുടെ എല്ലാവരും കയ്യിലുള്ള സ്കെയിൽ മീറ്ററിലാണോ ലെങ്ത്? അല്ല, അവിടെ എന്തിലാണ്? അവിടെ സെൻറ്റിമീറ്ററിലാണ്. കാരണം നമ്മൾ ബുക്കിൽ വരയ്ക്കേണ്ട ചെറിയ അളവല്ലേ. അപ്പോൾ മീറ്റർ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, പക്ഷേ ചെറിയ യൂണിറ്റുകളും ഉണ്ട്. ഉദാഹരണം സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ. വലിയ യൂണിറ്റിന് ഉദാഹരണം കിലോമീറ്റർ. നമുക്ക് ആദ്യം ചെറിയ യൂണിറ്റിലോട്ട് പോകാം. സെൻറ്റിമീറ്റർ. നമ്മളൊരു സ്കെയിൽ എടുത്താൽ അതിലിതാ ഈ കാണുന്ന വലിയ വരകളാണ് ഓരോ സെൻറ്റിമീറ്റർ. 5-നും 6-നും ഇടയിൽ 1 സെൻറ്റിമീറ്റർ, 6-നും 7-നും ഇടയിൽ 1 സെൻറ്റിമീറ്റർ, 7-നും 8-നും ഇടയിൽ 1 സെൻറ്റിമീറ്റർ, 8-നും 9-നും ഇടയിൽ 1 സെൻറ്റിമീറ്റർ, 9-നും 10-നും ഇടയിൽ 1 സെൻറ്റിമീറ്റർ. എന്നാൽ അതിലും ചെറിയ സാധനങ്ങൾ അളക്കേണ്ടി വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ചെറിയ വരികൾ ഉപയോഗിക്കും. അതെന്തിനെ കാണിക്കുന്നു? മില്ലിമീറ്ററിനെ കാണിക്കും. അപ്പോൾ എന്താ സംഭവം? ഒരു മീറ്റർ, അതായത് നിങ്ങളുടെ ഈ പറഞ്ഞ സ്കെയില് ഇങ്ങനെ വച്ച് 100 സെൻറ്റിമീറ്റർ നിങ്ങൾ അളന്നാൽ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നത് 1 മീറ്ററാണ്. എന്താണ് 1 മീറ്റർ? അതായത് ടെക്സ്റ്റൈൽസ് ഉപയോഗിക്കുന്ന വലിയ സ്കെയിലല്ലേ, അത് മീറ്റർ സ്കെയിൽ. അങ്ങനത്തെ ഒരു മീറ്റർ സ്കെയിൽ നിങ്ങൾ തന്നിട്ട് അതിൻ്റെ നീളം നിങ്ങളുടെ അളക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ഒരു സ്കെയിൽ വെച്ച് അളന്ന് 100 സെൻറ്റിമീറ്റർ എന്നാകുമ്പോഴായിരിക്കും ആ മീറ്റർ സ്കെയിലിൻ്റെ ലെങ്ത് എത്തും. അതായത് 1 മീറ്റർ എന്ന് വെച്ചാൽ അത് എത്ര സെൻറ്റിമീറ്ററിന് തുല്യമാണ്? 100 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. അതുപോലെ 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഇത്രയും, അത് എത്ര മില്ലിമീറ്റർ ഉണ്ട്? നിങ്ങൾ പറയും 10 മില്ലിമീറ്റർ ഉണ്ടെന്ന് പറയും. അപ്പോൾ 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1 മീറ്റർ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? അത് 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, ശ്രദ്ധിച്ചു കേട്ടോ. മില്ലിമീറ്റർ ചെറിയ യൂണിറ്റ്. ഇങ്ങനെയുള്ള 10 മില്ലിമീറ്റർ ചേരുമ്പോൾ 1 സെൻറ്റിമീറ്റർ. അടുത്ത് സെൻറ്റിമീറ്റർ ചെറിയ യൂണിറ്റ്. അങ്ങനെയുള്ള 100 സെൻറ്റിമീറ്റർ ചേരുമ്പോൾ 1 മീറ്റർ. ഇതാണ് സംഭവം. അപ്പോൾ നോക്കിയേ, 1 മീറ്റർ എന്ന് വെച്ചാൽ അതിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 100 സെൻറ്റിമീറ്റർ ഉണ്ട്. അടുത്ത് 1 സെൻറ്റിമീറ്റർ ഇതല്ലേ, അതിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്? 10 മില്ലിമീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ മുകളിൽ കാണുന്ന 1 മീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇങ്ങനെ അളന്നു നോക്കണം. അതിനേക്കാൾ എളുപ്പം എന്താണ്? നമുക്കറിയാം, ഒരു മീറ്ററിൽ 100 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററും ആണെങ്കിൽ എത്ര? 100 × 10 എത്ര കിട്ടും? 1000 മില്ലിമീറ്റർ ഉണ്ടാവും. എത്ര ഉണ്ടാവും? 1000 മില്ലിമീറ്റർ ഉണ്ടാവും. അതുപോലെ ഇനിയും ചെറിയ യൂണിറ്റുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൈക്രോൺ അഥവാ മൈക്രോമീറ്റർ. നമ്മളതിന് സിമ്പിളായിട്ട് എന്തെന്നും പറയും? മൈക്രോൺ എന്നും പറയും. വാർത്തയിലൊക്കെ പറയാറുണ്ട് അല്ലേ? 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ സർക്കാർ നിരോധിച്ചിരിക്കുന്നു. ആ മൈക്രോൺ എന്താണ്? യൂണിറ്റാണ്. സോ 1 മീറ്റർ എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ഈ മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും 6 ആണെന്ന് ഓർക്കും. 1ഉം 6 0 1 2 3 4 5 6 മൈക്രോമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയും. അപ്പോൾ 1 മീറ്റർ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 1 മീറ്റർ
അത് എത്രയ്ക്ക് ഈക്വലാണ്? 100 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ എന്തിന് ഈക്വലാണ്? 1000 മില്ലിമീറ്റർ, അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6 മൈക്രോമീറ്ററിന് തുല്യമാണ്. ഇതെല്ലാം ഒരേ അളവാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 1 മീറ്റർ എന്ന് പറഞ്ഞാലും 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലും 1000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലും ഇത്രയും മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാലും അത് ഇത്രയും കാണിക്കുന്ന 1 മീറ്റർ. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഇനി വലിയ യൂണിറ്റ് വേണം. ഒരു ഉദാഹരണമാണ് കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 1000 മീറ്ററിന് തുല്യമാണ്. അതായത് നമ്മൾ ആ കാണുന്ന ടെക്സ്റ്റൈൽസിൽ കാണുന്ന മീറ്റർ സ്കെയില് ഇങ്ങനെ 1000 എണ്ണം നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 1 കിലോമീറ്റർ. ഇതാണ് 1 കിലോമീറ്റർ. 1000 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? 1 കിലോമീറ്റർ എന്ന് പറയും. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം എന്ന് വെച്ചാൽ ആ മീറ്റർ സ്കെയിൽ നിങ്ങൾ 1000 തവണ മാറ്റി വയ്ക്കുമ്പോൾ എവിടെ കിട്ടും? 1 കിലോമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി ചിലപ്പോൾ വലിയ യൂണിറ്റുകൾ ഇനിയും വേണ്ടി വന്നാലോ? നമ്മളത് ചോദിക്കുകയാണ്, ഇവിടുന്ന് സൂര്യൻ വരെ എത്ര ദൂരമുണ്ട്, ഭൂമിയിൽ നിന്ന് സൂര്യൻ വരെ എത്ര ദൂരമുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അവിടെ നമുക്ക് ദൂരത്തെ പറ്റി പറയണം. അപ്പോൾ ദൂരം അളക്കാൻ നമുക്ക് വീണ്ടും ലാർജർ യൂണിറ്റുകളും ഉണ്ട്. അതിലൊന്നാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഭൂമി മുതൽ സൂര്യൻ വരെയുള്ള അപ്രോക്സിമേറ്റ് ദൂരത്തിനാണ് നമ്മൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഏതാണ്ട് 150 മില്യൺ കിലോമീറ്ററിന് തുല്യമാണ്. എത്ര കിലോമീറ്ററിന് തുല്യമാണ്? 150 മില്യൺ കിലോമീറ്ററിന് തുല്യമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്? സൂര്യനിൽ നിന്നും ഭൂമിയിലോട്ടുള്ള ആവറേജ് ദൂരം. കാരണം ഇതെപ്പോഴും ഒരുമിച്ച് ഒരേ അളവിലല്ല. അപ് ഹീലിയൻ, പെരിഹീലിയൻ ഒക്കെ വരുമ്പോൾ അളവ് വ്യത്യാസം വരും. സോ ആവറേജ്. അതുപോലെ മറ്റൊരു യൂണിറ്റാണ് ലൈറ്റ് ഇയർ. കേൾക്കുമ്പോൾ വർഷത്തിൻ്റെ അളവാണെന്നൊക്കെ തോന്നും, പക്ഷേ അല്ല. ലൈറ്റ് ഇയർ ലെങ്തിൻ്റെ യൂണിറ്റ് ആണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ ലൈറ്റ് ഒരു സെക്കൻഡ് സഞ്ചരിക്കുന്ന ദൂരമാണ്. അത് 3, അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 0. അതായത് 3, 1, 2, 3, 4, 5 0 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിൻ്റെ ആവറേജ് വേഗത. അതായത് ഒരു സെക്കൻഡിൽ ലൈറ്റ് ഇത്രയും കിലോമീറ്റർ എന്ത് ചെയ്യും? സഞ്ചരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈറ്റ് ഇയർ എന്ന് വിളിക്കും. സോ ഇത്രയും പോരെ, ഇന്ന് കുറച്ചായിട്ട് പോലെ അവധിയൊക്കെ അല്ലേ? ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് അറിഞ്ഞ് പഠിക്കണം. കാണാപ്പാടം. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അയ്യോ സാറേ ഇപ്പം ആദ്യം പറയാൻ മറന്നുപോയല്ലോ. ഒരു കുഴപ്പമില്ല, ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക. കാണാപ്പാടം പഠിച്ചുകൊണ്ട് ഇനി കാര്യം മനസ്സിലാക്കി പഠിക്കണം. ഞാനീ പറഞ്ഞെന്ന പോലെ ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഞാനിങ്ങനെ പറഞ്ഞു തന്നില്ലേ, അതുപോലെ നിങ്ങൾ സ്വയമായിട്ട് ഞാൻ പറഞ്ഞെന്ന പോലെ പറഞ്ഞു തരാനായിട്ട് നിങ്ങൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ അറിവ് നിങ്ങളുടെ തലയിലേക്ക് എത്തുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ ഇത് നന്നായിട്ട് വായിച്ച് പഠിച്ചു വയ്ക്കും. അടുത്ത ക്ലാസ് നമുക്ക് മാസിൻ്റെയും മറ്റ് യൂണിറ്റുകളെയും പറ്റിയിട്ട് പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.